അറിവമ്മ അലിവമ്മ അമൃതമ്മ. കുട്ടികൾ മുതിർന്നവരെ ആദരിക്കണം. മുതിർന്നവർ കടന്നു വന്നാൽ എഴുന്നേൽക്കുക, അവരുടെ പാദം തൊട്ടുവന്ദിക്കുക. അവർ ഇരുന്നതിനു ശേഷം മാത്രം ഇരിക്കുക. മുതിർന്നവരെ പരിഹസിക്കാതിരിക്കുക. ഉച്ചത്തിലും എതിർത്തും മറുപടി പറയാതിരിക്കുക. ഭവ്യമായി വിളി കേൾക്കുക. അവർ പറയുന്നതനുസരിക്കുക. അമ്മയുടെ ഈ ഉപദേശത്തിലൂടെ നല്ല മക്കളായി വളരുവാൻ നമുക്കാകട്ടെ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ. ആലുവ മഹാദേവ ക്ഷേത്രം ഭക്തർക്കിടയിൽ ദക്ഷിണ കാശി എന്ന പേരിലും അറിയപ്പെടുന്നു. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ പെരിയാറിന്റെ തിരമാലകളെ തഴുകുമ്പോൾ ആലുവ മണപ്പുറത്ത് ഭക്തിയുടെ അപൂർവ അനുഭവമാണ് ഉണരുന്നത്. നമഃ ശിവായ. പെരിയാറിന്റെയും മംഗലപ്പുഴയുടെയും സംഗമഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിശ്വാസവും പേറി നിൽക്കുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ സ്വയംഭൂ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശിവലിംഗം സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടില്ല എന്നതാണ്. പെരിയാറിന്റെ മണൽപ്പുറത്തു നിന്ന് സ്വയം ഉദിച്ചു വന്ന ശിവലിംഗമായാണ് ഭക്തർ ഇതിനെ കാണുന്നത്. നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം. ഓരോ ദിവസവും പുലർച്ചെ നടക്കുന്ന നിർമാല്യ ദർശനം അതീവ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. ഭഗവാന്റെ രാത്രി പൂജയ്ക്ക് ശേഷം അണിയിച്ച പുഷ്പങ്ങളും ചന്ദനവും അലങ്കാരങ്ങളും നീക്കുന്നതിനു മുമ്പ് ഭഗവാന്റെ രാത്രി പൂജയ്ക്ക് ശേഷം അണിയിച്ച പുഷ്പങ്ങളും ചന്ദനങ്ങളും അലങ്കാരങ്ങളും നീക്കുന്നതിന് മുമ്പ് ലഭിക്കുന്ന ഈ ദർശനം ജീവിതത്തിലെ സകല ദുരിതങ്ങളും നീക്കി ഐശ്വര്യവും സമാധാനവും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. മംഗളരൂപനെ തിങ്കൾ കലാധര ഇന്ദുമുഖേശ്വര കൈതൊഴുന്നേ. ആലുവ മഹാദേവ ക്ഷേത്രം ലോക പ്രശസ്തമാകുന്നത് മഹാശിവരാത്രി മഹോത്സവത്തിലൂടെയാണ്. പെരിയാറിന്റെ തീരത്ത് തെളിയുന്ന ആയിരക്കണക്കിന് ദീപങ്ങളും മുഴങ്ങുന്ന ഓം നമഃശിവായ നാമജപവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ശിവഭക്തരുടെ ആത്മീയ അനുഭവങ്ങളുടെ കേന്ദ്രമായി ഇന്നും ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. കൈവിടല്ലേ, പൊട്ടിക്കരഞ്ഞു ഞാൻ നിന്നിലണയുമ്പോൾ മുട്ടോട്ടു ശങ്കര നീ കൈവിടല്ലേ. രാമായണ ആരംഭത്തിൽ കവിയുടെ മംഗളാചരണം കഴിഞ്ഞ് കവിക്ക് വേണ്ടി ആഖ്യാനം ചെയ്യുന്ന ശാരിക പൈതലിൻ്റെ പൈങ്കിളിയുടെ ദേവതാവന്ദന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഗണപതിയെയും സരസ്വതിയെയും വന്ദിച്ചു, പ്രാർത്ഥിച്ചു. ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ, ഭാരതിയായ
സംസ്കൃതമായ പദാവലി അഥവാ അറിവിൻ്റെ ആനന്ദത്തിൽ രമിപ്പിക്കുന്ന പദാവലി സലക്ഷണമായിട്ട് തോന്നണം. അതിനായിക്കൊണ്ട് ഹേ സരസ്വതി എൻ്റെ നാവിൽ വസിച്ചാലും. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. ആരംഭത്തിൽ ശ്രീരാമനെ വന്ദിച്ചു. രാമായണ ആരംഭത്തിൽ ശ്രീരാമനെ തന്നെയാണ് വന്ദിക്കേണ്ടത്. അതുതന്നെ ഇഷ്ടദേവത, അതുതന്നെ വിഷയവും. തുടർന്ന് ഇഷ്ടദേവതാ വന്ദനമായ ശ്രീകൃഷ്ണ നമസ്കാരം ചെയ്യാണ്. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി ജനിച്ച സാക്ഷാൽ ഭഗവാൻ വിഷ്ണു, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ, അതാണ് വിശ്വാത്മാവായിരിക്കുന്ന, വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മഭാവമായിരിക്കുന്ന വിഷ്ണു സർവവ്യാപി. സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനാണ് വൃഷ്ണിവംശത്തിൽ ശ്രീകൃഷ്ണനായി വന്ന് ജനിച്ചത്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ വിശേഷമായി അനുഗ്രഹിക്കണമേ. അതിവിടെ കവിയുടെ ഇഷ്ടദേവതയാണ്. ആ ഇഷ്ടദേവതാ വന്ദനം പൈങ്കിളിയിലൂടെ ചെയ്യിക്കുകയാണ്. തുടർന്ന് വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണുവിൽ നിന്ന് ജനിച്ചവൻ വിഷ്ണുജൻ. വിഷ്ണുജൻ ബ്രഹ്മാവ്, വിഷ്ണുവിൻ്റെ നാഭി കമലത്തിൽ നിന്ന് ജനിച്ചവൻ ബ്രഹ്മാവ്. ആ വിഷ്ണുജൻ്റെ സുതൻ, ബ്രഹ്മാവിൻ്റെ പുത്രൻ വസിഷ്ഠൻ. വിഷ്ണുജോദ്ഭവസുത നന്ദന. അപ്പോൾ വിഷ്ണുജൻ ബ്രഹ്മാവ്, വിഷ്ണുജനിൽ നിന്ന് ഉദ്ഭവിച്ചവൻ വസിഷ്ഠൻ, വസിഷ്ഠൻ്റെ പുത്രൻ ശക്തി. ആ ശക്തിയുടെ നന്ദനൻ പരാശരൻ, പരാശരൻ്റെ പുത്രൻ വ്യാസൻ, കൃഷ്ണദ്വൈപായന വ്യാസൻ. ഇപ്പോൾ വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ, വിഷ്ണുവിൻ്റെ പുത്രനായ ബ്രഹ്മാവിൻ്റെ പുത്രനായ വസിഷ്ഠൻ്റെ പുത്രനായ ശക്തിയുടെ പുത്രനായ പരാശരൻ്റെ പുത്രനായ വ്യാസൻ. അവിടെ പരമ്പരയാണ്. ഇവിടെ വ്യാസനെ നമിക്കുമ്പോൾ വ്യാസൻ്റെ പാരമ്പര്യക്രമത്തെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരമ്പരാപ്രാപ്തമായിരിക്കണം വിദ്യ, ഗുരു ശിഷ്യ പരമ്പരാപ്രാപ്തമായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയും വിദ്യാസമ്പ്രദായത്തെ സ്തുതിക്കുക കൂടി ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യാസൻ വേദങ്ങളെ വ്യസിച്ചവൻ, സകല വേദങ്ങളെയും വ്യസിച്ച ഭഗവാൻ കൃഷ്ണദ്വൈപായനൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. സാക്ഷാൽ വിഷ്ണു വ്യാസനായി അവതരിച്ചിരിക്കുകയാണ്. വ്യാസായ വിഷ്ണു രൂപായ എന്ന് വ്യാസൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സാക്ഷാൽ വിഷ്ണു രൂപനാണ് വ്യാസനായി വന്നിട്ടുള്ളത്. വിഷ്ണു തന്നെ വ്യാസനായി വന്നു. അങ്ങനെയുള്ള കൃഷ്ണദ്വൈപായന വ്യാസൻ തപോധനൻ, തപസാകുന്ന ധനത്തോടു കൂടിയവൻ, വിഷ്ണു തൻ മായാഗുണചരിത്രമെല്ലാം കണ്ട, വിഷ്ണുവിൻ്റെ എല്ലാ മായാചരിത്രങ്ങളും, മായാചരിത്രം മായികമായ ചരിത്രം, പാരമാർത്ഥികമായി വിഷ്ണു ഒന്നും ചെയ്യുന്നില്ല, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. അവിടെ നിഗ്രഹമോ അനുഗ്രഹമോ ഇല്ല. അത് പാരമാർത്ഥിക രൂപം. എന്നാൽ മായികമായ ഭാവത്തെ സ്വീകരിച്ച്, മായയെ വശീകരിച്ച് ജഗത് സംരക്ഷണത്തിനായിക്കൊണ്ട് പലവിധ ലീലകളാടുകയാണ്. ആ മായാലീലകളെ മുഴുവൻ നേരിട്ട് മനസ്സിലാക്കി സാക്ഷാത്കരിച്ചവനായ കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ.
കൃഷ്ണദ്വൈപായന വ്യാസനാകുന്ന പുരാണകർത്താവിനെ, 18 മഹാപുരാണങ്ങളെയും രചിച്ച പുരാണകർത്താവിനെ ഞാനിതാ നമസ്കരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു സംശയം സ്വാഭാവികമായിട്ട് വരികയാണ്. ആ സംശയം ഇതാണ്: ഗണപതിയെ വന്ദിച്ചു, സരസ്വതിയെ വന്ദിച്ചു, ഇഷ്ടദേവതാ വന്ദനം ചെയ്തു. അങ്ങനെ ഗണപതി, സരസ്വതി, ഇഷ്ടദേവതാ വന്ദനം കഴിഞ്ഞാൽ ഗുരുവെ വന്ദിക്കുന്ന സമയത്ത് ഏത് കൃതിയാണോ നമ്മളിവിടെ അനുവാദം ചെയ്യുന്നത്, ആ കൃതി രചിച്ച ഗുരുനാഥനെയല്ലേ വന്ദിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ വാൽമീകിയെയാണല്ലോ വന്ദിക്കേണ്ടത്. കാരണം രാമായണം വാൽമീകിയാണല്ലോ വിരചിച്ചത്. എന്നാൽ തുടർന്നാണ് വാൽമീകിയെ വന്ദിക്കുന്നത്. വാൽമീകി മഹർഷിയെ വന്ദിക്കുന്നതിന് മുമ്പ് ഇവിടെ വേദവ്യാസനെ വന്ദിച്ചിരിക്കുകയാണ്. ഈ ക്രമം ശരിയാണോ? ഇത് തെറ്റല്ലേ എന്ന് സംശയം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എഴുത്തച്ഛൻ നമുക്ക് വേണ്ടി അനുവാദം ചെയ്യുന്നത് വാൽമീകീയ രാമായണത്തെ അല്ല, അധ്യാത്മരാമായണത്തെയാണ്. അധ്യാത്മരാമായണ കർത്താവ് വ്യാസനാണെന്നാണ് നമ്മുടെ മാന്യത. അങ്ങനെയാണ് നമ്മൾ പരമ്പരയാ മാനിച്ചു പോരുന്നത്. അതുകൊണ്ട് അധ്യാത്മരാമായണത്തെ മലയാളത്തിലേക്ക് അനുവാദം ചെയ്യുന്ന സന്ദർഭത്തിൽ അധ്യാത്മരാമായണ കർത്താവായ വ്യാസനെയാണ് ആദ്യം നമിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ വന്ദനം ഏറ്റവും ഉചിതമാണെന്ന് മനസ്സിലാവും. ഏറ്റവും ഉചിതമാണ്. അതുകൊണ്ടാണ് വാൽമീകിയെ നമിക്കുന്നതിന് മുമ്പ് വ്യാസനെ നമിച്ചത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ തലമുറകളായി മാനിച്ച് പോരുന്നത് 18 മഹാപുരാണങ്ങളിലൊന്നായ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിലാണ് അധ്യാത്മരാമായണം ഉള്ളടങ്ങിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് വിദ്വാൻമാർക്കിടയ്ക്കൊരു പക്ഷമുണ്ട്. അത് 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മധ്യഭാരതത്തിൽ മഹാരാഷ്ട്രത്തിൽ നിവസിച്ചിരുന്ന രാമചന്ദ്ര പണ്ഡിതൻ എന്നുള്ള ഒരു വിദ്വാനാണ് അധ്യാത്മരാമായണം എഴുതിയത്, അല്ലാതെ അധ്യാത്മരാമായണം വ്യാസകൃതമൊന്നും അല്ല എന്ന് പല വിദ്വാൻമാരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു മഹാരാഷ്ട്ര പണ്ഡിതനാൽ രചിക്കപ്പെട്ടതാണെങ്കിൽ സമാനമായ നൂറ്റാണ്ടിൽ തന്നെ മലയാളിയായ എഴുത്തച്ഛൻ അത് തർജ്ജമ ചെയ്യും എന്ന് തോന്നുന്നില്ല. ഇനി പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ച് മാനിച്ചു പോരുന്നത് ഇത് വ്യാസകൃതമാണെന്നാണ്. ഏതായാലും ഇത് മലയാളത്തിലേക്ക് അനുവാദം ചെയ്ത എഴുത്തച്ഛൻ്റെ മാന്യത ഇത് വ്യാസകൃതമാണെന്നാണ്. അതുകൊണ്ടാണല്ലോ വാൽമീകിയെ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ വ്യാസനെ നമസ്കരിച്ചത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഗണപതിയെയും സരസ്വതിയെയും വന്ദിച്ചു കഴിഞ്ഞ് വ്യാസനെയാണ് ഇവിടെ എഴുത്തച്ഛൻ വന്ദിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. അതിന് കാരണം ഇത് അധ്യാത്മരാമായണം വ്യാസകൃതമായതുകൊണ്ടാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എല്ലാവർക്കും നമസ്കാരം. മുഴുവൻ രാമഭക്തർക്കും വാത്മീകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഭഗവാൻ ശ്രീരാമൻ സീതാന്വേഷണത്തിനായി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ആകെയുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള സൗമിത്രിയായിട്ടുള്ള സാക്ഷാൽ ലക്ഷ്മണസ്വാമി മാത്രമാണ്. അവർക്ക് രണ്ടുപേർക്കും മാത്രം ലങ്കാധിപതിയായിട്ടുള്ള രാവണനെ ആക്രമിക്കാനും ലങ്കയെ മുഴുവനായി കൈപ്പിടിയിൽ ഒതുക്കി സീതാമാതാവിനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനാണ്. വാത്മീകി രാമായണത്തിൽ ഭഗവാനെ സഹായിക്കാനായിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഭഗവാന്റെ ഒപ്പം ചേരുന്നുണ്ട്. അതിലേറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്
സാക്ഷാൽ സുഗ്രീവൻ. ആ സുഗ്രീവനുമായി ചേരുന്ന ആ സന്ദർഭം, അല്ലെങ്കിൽ സുഗ്രീവനുമായി ഭഗവാൻ ഉണ്ടാക്കുന്ന സന്ധിയാണ് സീതാന്വേഷണത്തിന് ഒരു വഴിത്തിരിവാവുന്നത്. ആ സന്ധിയിൽ ആണ് സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയെക്കുറിച്ച് പറയുന്നത്. ബാലിയെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ? രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തരായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ബാലി. ബാലി തൻ്റെ സഹോദരനായിട്ടുള്ള സുഗ്രീവനോട് അതിയായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ തൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് തനിക്ക് ഉണ്ടായ ഒരു മായാ ചതിയിൽപ്പെട്ട് സുഗ്രീവനെ സംശയാദൃഷ്ടിയിൽ കാണുകയും നാട് കടത്തുകയും ചെയ്യുന്നു ബാലി. ഋഷിമുഖാചലത്തിൽ പോയി താമസിക്കുന്ന സുഗ്രീവൻ ബാലിയെ എങ്ങനെയെങ്കിലും തിരസ്കരിച്ച് വീണ്ടും തൻ്റെ ദേശത്തേക്ക് എങ്ങനെ തിരിച്ചു വരാം എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രനുമായി സന്ധി ഉണ്ടാക്കുന്നത്. സന്ധിയുടെ ഉടമ്പടികൾ ഇങ്ങനെയാണ്: എനിക്ക് കിഷ്കിന്ധ തിരിച്ചു വേണം, എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം എൻ്റെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം. 2, അങ്ങ് അതിന് എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് അങ്ങയുടെ പത്നിയെ കൊണ്ടുത്തരുന്നതാണ്. അവിടെ വെച്ചാണ് ബാലിയുടെ മാഹാത്മ്യം സുഗ്രീവൻ രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതിശക്തനായിട്ടുള്ള ഒരു വാനരനാണ് ബാലി. ഇന്ദ്രന്റെ പുത്രനാണ് ബാലി, ഇന്ദ്രാത്മജനാണ്. ആ ബാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ആരോട് യുദ്ധം ചെയ്യുന്നോ അവരുടെ പകുതി ബലം സ്വയം സ്വായത്തമാക്കാൻ കഴിവുള്ള യോദ്ധാവാണ് ബാലി. രാമായണത്തിലെ തന്നെ ഏറ്റവും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം, രാമായണത്തിലെ വില്ലൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ രാവണനെ പോലും തൻ്റെ വാലിൽ കുരുക്കിയിട്ട് യുഗങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ടത്രേ ബാലി. അത്ര വീരനായിരുന്നു, അത്ര കണ്ട് ശൗര്യമുള്ള വാനരനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവാൻ എന്തിനാണ് ഈ ബാലിയെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്ത് കൊന്നത് എന്നുള്ളൊരു ചോദ്യം ഇന്നത്തെ തലമുറയിലുള്ള പല കുട്ടികളും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തൻ്റെ സഹോദരന്റെ ഭാര്യയെ ഭാര്യയാക്കി വെച്ചു ബാലി, സുഗ്രീവന്റെ ഭാര്യയെ. ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ സുഗ്രീവന്റെ ഒപ്പം നിന്നുകൊണ്ട് ബാലിയെ ഒളിയമ്പെയ്ത് കൊല്ലുന്നത്. രാമനോട് ബാലി പറയുന്നുണ്ട്, നിന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയ രാവണനെ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ, എന്തിനാണ് ഇവന് വേണ്ടി എന്നെ വധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നിന്റെ കൂടെ ചേരുമ്പോൾ ഞാനും അധർമ്മത്തിന്റെ പാതയിലേക്ക് പോകുന്നു. സർവശക്തനായിട്ടുള്ള ലോകത്തിന്റെ മുഴുവൻ ചൈതന്യമായിട്ടുള്ള ആത്മാരാമനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആരെങ്കിലും ഒളിയമ്പെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അത് ബാലിയെ മാത്രമാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഭാര്യയുടെ വീര്യത, ഭാര്യയുടെ ധൈര്യം, ബാലിക്കുള്ള ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ശക്തിയെക്കുറിച്ച് സ്വയം ചിന്തിക്കുക, ആ ശക്തി എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക എന്ന് ബാലി നമുക്ക് കാണിച്ചു തരുന്നു. നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള ശക്തി അത് അറിവോ ശാരീരികമായിട്ടുള്ള ശക്തിയോ ആയിക്കൊള്ളട്ടെ, അതെപ്പോഴും ധർമ്മത്തിന് വേണ്ടി മാത്രമായിരിക്കണം ചെലവഴിക്കേണ്ടത്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ബാലിയുണ്ട്. ആ ബാലിക്ക് ആർജിക്കുന്ന ശക്തിയെ രാമനോടൊപ്പം നിൽക്കാനാണ് നാം ഉപയോഗിക്കേണ്ടത്. അത് സുഗ്രീവൻ ഉപയോഗിച്ചു. അതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന് കിഷ്കിന്ധ നൽകി അനുഗ്രഹിച്ചു. ബാലിക്ക് ഭഗവാൻ കൊടുക്കുന്ന വരദാനമായിരുന്നു തന്നോടൊപ്പം തൻ്റെ മകനെ ചേർക്കുകയും ഒപ്പം ബാലിക്ക് സ്വയം മോക്ഷം നൽകുകയും ചെയ്യുന്നു. ഇതേ ബാലിയാണത്രേ പിന്നീട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കാൽക്കലേക്ക് അമ്പെയ്ത ജര എന്ന് പറയുന്ന വേട്ടക്കാരൻ അല്ലെങ്കിൽ കാട്ടുകൊള്ളക്കാരൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ കാലിൽ രക്തം വാർന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ജര വന്ന് ഭഗവാനോട് പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാൽക്കലേക്ക് ഞാൻ അമ്പെയ്തല്ലോ, അങ്ങയുടെ മരണത്തിന് ഞാൻ കാരണമാവുമോ? എനിക്ക് ഈ ജന്മം വേണ്ട, ഞാൻ ഈ ജന്മം ഉപേക്ഷിക്കുകയാണ്. അവിടെ വെച്ച് തൻ്റെ പൂർവ്വജന്മ സ്മൃതി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജരയോട് പറയുന്നു, ജരേ, നീ കഴിഞ്ഞ ജന്മത്തിൽ ബാലിയായിരുന്നു, അന്ന് ഞാൻ നിന്നെ ഒളിയമ്പെയ്ത് കൊന്നു. ഇന്ന് ഞാൻ കൃഷ്ണനായി അവതരിച്ച സമയത്ത് നീ എന്നെ ഒളിയമ്പെയ്ത് എൻ്റെ വൈകുണ്ഠത്തിലേക്ക് നീ എന്നെ യാത്രയാക്കുന്നു, നിനക്ക് ഞാൻ മോക്ഷം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജരയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പോലും നമ്മളോട് പറയുന്നു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ സൽക്കർമ്മങ്ങളാക്കി മാറ്റാൻ എന്തു വേണം? ധർമ്മത്തിനോടൊപ്പം നിൽക്കണം. എങ്ങനെയാണോ ഹനുമാൻ സ്വാമി, അതീവ ബലവാനായിട്ടുള്ള ഹനുമാൻ സ്വാമി തൻ്റെ ബലം രാമസേവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്, അതുപോലെ ചെയ്യാൻ ബാലിക്ക് സാധിച്ചില്ല. അദ്ദേഹത്തിന് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ അധർമ്മത്തിലൂടെ പാത അതിലേക്ക് അദ്ദേഹത്തെ നയിച്ചില്ല. ധർമ്മപാതയിലൂടെ നയിച്ച, ധർമ്മപാതയിലൂടെ സഞ്ചരിച്ച സുഗ്രീവനും മറ്റു വാനരാദികൾക്കും രാമപാദം ചേരാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ രാമായണ മാസത്തിൽ ബാലിയെ വായിക്കുന്ന ഓരോ രാമഭക്തരും ആ ബാലിക്ക് മോക്ഷം നൽകി അനുഗ്രഹിച്ച ശ്രീരാമചന്ദ്രനെ സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ
തൻ്റെ ബലം, തൻ്റെ അറിവ് ശ്രീരാമചന്ദ്രന് വേണ്ടി സമർപ്പിക്കും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്ന് കൂടി ബാലിയുടെ കഥാപാത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കഥാപാത്രവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരമാശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയുമാഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധേ. മഹർഷി, നാം എങ്ങോട്ടാണ്? അയോധ്യയിലേക്ക് മടങ്ങുകയാണോ അതോ മറ്റെവിടേക്കെങ്കിലും നീങ്ങുകയാണോ? അയോധ്യയിലേക്ക് മടങ്ങാറായിട്ടില്ല കുമാര. നമ്മളിപ്പോൾ പോകുന്നത് മിഥിലാപുരത്തേക്കാണ്. അവിടെ എന്താണ് വിശേഷം മഹർഷി? അവിടെ പലതുണ്ട് വിശേഷം. ഇപ്പോൾ മുഖ്യം രണ്ടാണ്. മിഥിലാധിപനായ ജനക മഹാരാജാവ് അവിടെ പരമധാർമ്മികമായൊരു യജ്ഞം നടത്താൻ ഒരുങ്ങുന്നു. നമുക്കതിൽ പങ്കെടുക്കാം. പിന്നെ ത്രയംബകം എന്നൊരു വില്ലുണ്ട് അവിടെ, മഹാദേവനായ ശിവന്റെ വില്ല്. രാമകുമാരനത് കാണണം. മഹർഷി, ദേ നോക്കൂ, ഇത് കണ്ടോ? എത്ര മനോഹരമായ ഉദ്യാനം! വൃക്ഷങ്ങളും പൂച്ചെടികളും, എന്തിന് വരുന്നൽ തൈകൾ പോലും ഉണ്ടല്ലോ. എത്ര മനോഹരമാണ് ആ ഉദ്യാനം! തീർച്ചയായും ഇതേതോ മഹാമുനിയുടെ ആശ്രമമാണ്, അല്ലേ മഹർഷി? കുമാരന് തെറ്റിയിട്ടില്ല. ഇതൊരു ആശ്രമവാടം തന്നെയാണ്. മഹാതപസ്യായ ഗൗതമൻ വസിച്ചിരുന്ന ആശ്രമം. പക്ഷേ ഇത് തീർത്ഥം വിജനമാണല്ലോ. അത് വിജനമാണ്. അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. കോപതാപങ്ങൾ മൂത്ത ഒരു മഹർഷിയുടെ ശാപം ഏറ്റുവാങ്ങിയ സ്ഥലമാണിത്. എങ്കിൽ അതിനെ കുറിച്ച് പറയും മഹർഷി. പറയാം. മഹാതപസ്യാണ് ഗൗതമ മുനി. ബ്രഹ്മസൃഷ്ടിയിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ അഹല്യയായിരുന്നു ഗൗതമന്റെ പത്നി. ഒരിക്കൽ ഗൗതമന്റെ അസാന്നിധ്യത്തിൽ ഗൗതമ വേഷം ധരിച്ചെത്തിയ ദേവേന്ദ്രൻ അഹല്യയെ പ്രാപിച്ചു. ധർമ്മോചിതമല്ലാത്ത ഇന്ദ്രപ്രവൃത്തി മനസ്സിലാക്കിയ ഗൗതമൻ ഇന്ദ്രനെ മാത്രമല്ല തന്റെ പ്രിയ പത്നി അഹല്യയും ശപിച്ചു. അതെന്തിനാണ് മഹർഷി അഹല്യയെ ശപിച്ചത്? അഹല്യ തെറ്റിദ്ധാരണ മൂലമല്ലേ അതിന് വശംവദയായത്? ആയിരിക്കാം. പക്ഷേ അഹല്യയുടെ പ്രവൃത്തി ബോധപൂർവമാണെന്ന് ഗൗതമൻ വിശ്വസിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അഹല്യയ്ക്ക് ശാപം നൽകിയത്. ഗൗതമമുനി അഹല്യയെ എന്ത് പറഞ്ഞാണ് ശപിച്ചത്? എങ്ങനെയാണ് ശിക്ഷിച്ചത്? ദുർവൃത്തിയായ നീ 1000 ആണ്ടുകൾ താപത്തോടെ വായു മാത്രം ഭക്ഷിച്ച് ഇവിടെ ഈ വെണ്ണീരിൽ കിടക്കും. അതായിരുന്നു ശാപം. എന്നിട്ട് ഇപ്പോഴും അഹല്യ ഈ വിജനമായ ആശ്രമത്തിൽ കിടക്കുന്നുണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? അതേ കുമാര, അഹല്യത ആ ആശ്രമത്തിനുള്ളിലുണ്ട്. അത്യുഗ്ര തപസ്സുകൊണ്ട് അചഞ്ചല ചിത്തയായി ശിലാഭാവത്തിൽ ഭക്ഷ്യപേയങ്ങൾ വെടിഞ്ഞ് ദേവിയത ആ ആശ്രമത്തിനുള്ളിലുണ്ട്. ഈ കഠിന ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ ഗൗതമ മഹർഷി ഒരു മോക്ഷമാർഗം ഉപദേശിച്ചിട്ടില്ലേ മഹർഷി? ഉണ്ട്. അഹല്യയ്ക്ക് മോക്ഷമുണ്ട്. ഇപ്പോഴിതാ അതിന് സമയമായിരിക്കുന്നു കുമാര. നിമിത്തങ്ങളെല്ലാം വന്നണഞ്ഞിരിക്കുന്നു. ഭാഗ്യം. അഹല്യാദേവിക്ക് ശാപമോക്ഷം സിദ്ധിക്കുന്ന കാഴ്ച ഞങ്ങൾക്കും കാണാനാകുമോ മഹർഷി? രാമ, അത് കാണുന്നതിന് മാത്രമല്ല, അതിന് കാരണമാകുന്നതിനും നിയോഗിക്കപ്പെട്ടവനാണ് നീ. ഞാനോ? എങ്ങനെ എങ്ങനെ മഹർഷി? പറയാം. ഈ കൊടുങ്കാട്ടിൽ എന്നാണോ ദശരഥ നന്ദനായ രാമൻ വന്നു ചേരുന്നത്, അന്ന് ഭവതിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നാണ് ഗൗതമൻ നൽകിയ മോക്ഷോപായം. ചെല്ലു കുമാര, ആ ദേവകാര്യം നിവർത്തിക്കൂ. ശിലാഭാവത്തിൽ ഇരിക്കുന്ന അഹല്യയ്ക്ക് മോക്ഷമേകി മനുഷ്യഭാവം വീണ്ടെടുക്കൂ. അങ്ങനെ ആകട്ടെ ഗുരു.
ദശരഥപുത്രനായ രാമൻ? അതെ ദേവി.